aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ഒരു ഉൽപ്പന്നം ഇന്ന് നാം കാണുന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യണമെങ്കിൽ അത് ധാരാളം പ്രക്രിയയിൽ കൂടി കടന്നു പോകണം. ഒരു മനോഹരമായ ശില്പത്തിന് പിന്നിൽ ഇടതടവില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ശില്പിയുടെ കരങ്ങളുണ്ട്. ആ ശില്പി മൂർച്ചയേറിയ ആയുധം കൊണ്ട് അനേകം തവണ തട്ടിയും മുട്ടിയും കൊത്തിയുമാണ് ആ മനോഹരമായ ശില്പം നിർമ്മിക്കുന്നത്. നാം ഇന്നിരിക്കുന്ന കസേര പോലും ഇന്നത്തെ അവസ്ഥയിൽ ആയിരിക്കുന്നതിന് ഒരു ആശാരിയുടെ ചെത്തലും മിനുക്കലും ആവശ്യമാണ്. ഒരു ചെടി നന്നായി തളിർക്കണമെങ്കിൽ അതിനെ മൂർച്ചയുള്ള കത്തി കൊണ്ട് ഒന്ന് ചെത്തിയും വെട്ടിയും വെടിപ്പാക്കണം. എന്തിനേറെ പ്രകൃതിയിൽ പാറിപ്പറക്കുന്ന മനോഹരമായ കൊച്ചു ചിത്രശലഭങ്ങൾ പോലും ഇന്നത്തെ അവസ്ഥയിൽ ആയിരിക്കുന്നത് അത് കഷ്ടപ്പാടുള്ള പ്രക്രിയയിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ടാണ്. മുട്ടയിൽ നിന്നും പുഴു ഉണ്ടാകുന്നു, പുഴുവിൽ നിന്നും പ്യൂപ്പയുണ്ടാകുന്നു, പ്യൂപ്പയിൽ നിന്നും വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടുമാണ് ചിത്രശലഭം പുറത്തു വരുന്നത്. ഒരിക്കൽ ഒരു കുഞ്ഞു പ്യൂപ്പയിൽ നിന്നും ബുദ്ധിമുട്ടി പുറത്തേക്ക് വരുവാൻ വെമ്പുന്ന ചിത്രശലഭത്തെ കണ്ടപ്പോൾ അതിനെ സഹായിക്കാനായി ഓടിച്ചെന്നു. പ്യൂപ്പയുടെ തോട് പൊട്ടിച്ചു കൊടുത്തു. ഫലമോ ആ ചിത്രശലഭം പറക്കാനാവാതെ അത് താഴെ വീണ് ചത്തുപോയി. പ്രയാസമേറിയ പ്രക്രിയയിലൂടെ കടന്നുപോയാൽ മാത്രമേ അത് ഇന്ന് കാണുന്ന വിധം മനോഹരമായ വസ്തുക്കളായി രൂപാന്തരം പ്രാപിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. വെള്ളി ഊതിക്കഴിക്കും പോലെ നമ്മെ ഊതിക്കഴിച്ചു. തീയിലും വെള്ളത്തിലും കടന്നാൽ മാത്രമേ സമൃദ്ധിയിലേക്ക് നാം വരികയുള്ളൂ. അതിനാൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു: ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. 66-ാം സങ്കീർത്തനം 10 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ. ഇസ്രായേൽക്കാർക്ക് മിസ്രയീം എന്ന ഇരുമ്പ് ചൂളയിൽ കൂടി 400 വർഷം കടക്കേണ്ടി വന്നതായി നാം കാണുന്നു. മിസ്രയീമിനെ ഇരുമ്പുല അല്ലെങ്കിൽ ഇരുമ്പ് ചൂളയായി 3 പ്രാവശ്യം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവയെക്കുറിച്ച് നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്തു. നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ആവർത്തനം 4:20 വചനം. അവർ മിസ്രയീം എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് നീ കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവും ആകുന്നുവല്ലോ എന്ന് 1 രാജാക്കന്മാർ 8-ാം അധ്യായം 51-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവയെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് അവരെ ഇരുമ്പ് ചൂളയായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ കൽപ്പിച്ചു എന്ന് യിരെമ്യാവ് 11-ന്റെ 4 വചനത്തിൽ നാം വായിക്കുന്നു. ഇസ്രായേലിയരെ മിസ്രയീം എന്ന ഇരുമ്പ് ചൂള പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് നയിച്ചു. 400 വർഷത്തെ അടിമത്തം അവരെ അനേക സമ്പത്തോടുകൂടി പുറപ്പെടുവിക്കുവാൻ കാരണമാക്കി. അവർ
സ്വതന്ത്രരായി. ഇന്നത്തെ അവസ്ഥയിൽ പലരും ആയിരിക്കുന്നു. ഇരുമ്പ് ചൂളയിൽ കൂടി ഉടയവൻ ചുട്ടെടുത്തതിനാലാണ് കുശവൻ തൻ്റെ ആലയിൽ തീ കൂട്ടി ഇരുമ്പ് കഷ്ണത്തെ ചൂടാക്കിയും അടിച്ചും രൂപഭംഗി വരുത്തുന്ന പോലെ തട്ടാൻ ഉമിത്തിയിൽ പൊന്നിട്ട് ശുദ്ധിയാക്കുന്നത് പോലെ പലതരത്തിലുള്ള പ്രക്രിയയിലൂടെ ദൈവം നമ്മെ കടത്തിവിട്ടതിനാലാണ് നമ്മിൽ പലരും ഇന്നത്തെ അവസ്ഥയിൽ നിലനിൽക്കുന്നത്. പരിശോധന എത്ര കഠിനമാണോ അത്രയും ഉന്നതമായിരിക്കും ഉൽപ്പന്നത്തിന്റെ ഗുണം. അതിനാൽ പരീക്ഷ വരുമ്പോൾ തളരുകയല്ല വേണ്ടത്, മറിച്ച് പരീക്ഷ താങ്ങുവാനുള്ള കൃപ എന്നിൽ പകരണമേ എന്നാണ് നാം യാചിക്കേണ്ടത്. കാരണം പരീക്ഷയോടൊപ്പം പരിഹാരം ഒരുക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മെ കഷ്ടതയിൽ കൂടി കടത്തിവിടുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ മനോഹരമായ ശില്പിയായി മാറ്റുന്നതിനാണ്. കർത്താവിൻ്റെ ചട്ടങ്ങൾ പഠിക്കുവാനാണ്. അതിനാൽ ദാവീദ് പറഞ്ഞു, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി എന്ന് 119-ാം സങ്കീർത്തനം 71-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. അതുകൊണ്ട് ഏത് പ്രതിസന്ധികളിലും ഉറച്ചു നിന്ന് വിശ്വാസത്തോടെ നമുക്ക് ഇങ്ങനെ പറയാം, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു എന്ന് 46-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയും അതിൻ്റെ 7-ാമത് വചനത്തിലും നാം വായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.